അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് കുക്കിങ് പിന്നെ നല്ലൊരു അടിപൊളി ഒരു ഫേസ് പാക്കും കൂടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ ഫേസ് പാക്കും കാര്യങ്ങളൊക്കെ ഉള്ള അതിൻ്റെ എല്ലാം ഒന്ന് കാണിച്ചതിന് ശേഷം കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിലൂടെ കാണാവേ. അപ്പം ഇതെന്ന് പറഞ്ഞാൽ നല്ല ഇതാണ് മുഖത്തിന് കിട്ടുന്നത്, നല്ല റിസൾട്ട് കിട്ടുന്നൊരു ഇതാണ്. കാര്യം 40 കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മുടെ മുഖത്തൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ ഒരു വര, പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ തൂങ്ങുക, മുഖമൊക്കെ അങ്ങ് നമുക്ക് പ്രായം ഒരുപാട് തോന്നിക്കും. ചിലരെ കണ്ടാൽ വലിയ പ്രായമില്ലെങ്കിലും നമ്മൾ പറയത്തില്ല നല്ല പ്രായം ഉണ്ടല്ലോ മുഖത്ത് നോക്കിയാന്ന് പറയും. അത് അങ്ങനെയുള്ളവർക്കൊക്കെ കൂടെ വേണ്ടിയാണ് ഇങ്ങനത്തെ ഇത് പായ്ക്ക് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഉരുളൻകിഴങ്ങിൻ്റെ ഒരെണ്ണം ചെയ്തായിരുന്നു. എന്നിട്ട് അത് മുഖത്തിന് നല്ല നിറം കിട്ടുന്നൊരു സാധനമാണ്. ഇവിടെ അച്ഛൻ്റെ മുഖത്തും അത് പറ്റിയിട്ട് അച്ഛൻ്റെ മുഖത്തൊക്കെ ടാൻ അടിച്ച് വല്ലാതിരിക്കുമായിരുന്നു കേട്ടോ. അത് പറ്റി കഴിയുമ്പോഴത്തേക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട് അച്ഛൻ്റെ മുഖത്ത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നൊരു പായ്ക്കാണിത്. മുഖത്തിന് നല്ല കളറും കിട്ടും. അതുപോലെ തന്നെ മുഖം നല്ല നമ്മുടെ സ്കിന്നൊക്കെ തൂങ്ങി തുടങ്ങുന്നവർക്കൊക്കെ, നമുക്ക് തൂങ്ങി തുടങ്ങിയവർക്കും തുടങ്ങാൻ പോകുന്നവർക്കും ഒക്കെ പ്രയോജനപ്പെടുന്നൊരു വീഡിയോസാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് മുഖത്ത് നമ്മൾ തേക്കേണ്ടതിന് രണ്ട് സാധനങ്ങൾ മാത്രം മതി നമ്മുടെ അടുക്കളയിലുള്ളത്. വേറെ ഒന്നും നമുക്ക് പുറത്തുനിന്ന് മേടിക്കേണ്ട. ആ രണ്ട് സാധനങ്ങൾ മാത്രം ചേർത്തുണ്ടാക്കുന്നതാണ്. നമുക്ക് ഇത് ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം നിങ്ങൾ ചെയ്താൽ മതി, അല്ലാതെ ദിവസവും ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അതെന്നാന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ നിങ്ങൾ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യണേ. എല്ലാവരും മിക്കവരും വീഡിയോ കണ്ടു പോകുന്നതല്ലാതെ ഒന്ന് ലൈക്ക് പോലും ചെയ്യുന്നില്ല. ഒന്ന് ലൈക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല. ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇതിന് എന്നൊക്കെ വേണ്ടതെന്നുള്ളത് എടുക്കുന്നത് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരാവേ. അപ്പം നമുക്കിതിന് വേണ്ടത് എന്നാന്ന് വെച്ചാൽ ഉഴുന്നാണ്. ഉഴുന്ന് ഞാനിതിപ്പം വെള്ളത്തിൽ ഇട്ട് നല്ലപോലെ ഒന്ന് ഒരു 6 മണിക്കൂറെങ്കിലും നമ്മൾ നല്ലപോലെ ഒന്ന് കൂത്തെടുക്കണം കേട്ടോ. കൂത്തെടുത്തതിന് ശേഷം അതിലേക്ക് ഇനി ചേർക്കാൻ പോകുന്നത് മുട്ടയാണ്. മുട്ടയുടെ വെള്ളം മതി നമുക്ക്, ഉണ്ണി വേണ്ട. ഇതാണ് നമ്മുടെ പായ്ക്കിന് വേണ്ട സാധനം. ഇതിനകത്തോട്ട് തന്നെ നമുക്ക് ഈ വെള്ളം ചേർക്കണ്ട കേട്ടോ, അത് ചേർത്തങ്ങ് അരച്ചെടുത്താൽ മതി. വെള്ളം ചേർക്കേ വേണ്ട. ഇതിന് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തോണ്ട് വരട്ടെ. നല്ലപോലെ അരച്ചെടുത്ത് കേട്ടോ. ഇതുണ്ട്, ഇതുപോലെ നല്ല പോലെ അരഞ്ഞ് നമുക്ക് കിട്ടണം, എന്നാലേ നമുക്ക് മുഖത്ത് വെക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം നല്ല ഇതായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനി മുഖത്ത് ഇട്ട് ഞാൻ കാണിക്കാവേ. അപ്പം നമ്മുടെ പായ്ക്കൊക്കെ ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ ഇതിനി മുഖത്ത് തേച്ച് ഞാൻ കാണിച്ചു തരാവേ. അപ്പം നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മുഖമൊക്കെ നല്ലപോലെ വാഷ് ചെയ്ത് വെച്ചാണ് ഇരിക്കുന്നത്. വാഷ് ചെയ്ത് വെച്ചാൽ കുളി കഴിഞ്ഞാണ്. കുളി കഴിഞ്ഞതുകൊണ്ട് മുഖമെല്ലാം നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് വന്നിരിക്കുന്നത്. മുഖമൊക്കെ നല്ലപോലെ കഴുകിയതിന് ശേഷം വേണം നമ്മൾ ഏത് പായ്ക്കിട്ടാലും ഇടാനായിട്ട്. അപ്പം ഞാൻ ഇനി ഇത് മുഖത്തേക്ക് ഇടുവാണ്. നമ്മളിത് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ഒരു ഇച്ചിരി നേരത്തേക്ക് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം നമ്മൾ മുഖത്ത് ഇട്ടതിന് ശേഷം കേട്ടോ. എന്നിട്ട് വേണം ഇതൊരു 20 മിനിറ്റ് നമ്മുടെ മുഖത്ത് വെക്കാനായിട്ട്. അപ്പം ഇത് മുഖത്തൊന്ന് മുഖം മുഴുവനും നമ്മൾ നല്ലപോലെ ഒന്ന് പുരട്ടി കൊടുക്കുക. പുരട്ടി കൊടുത്തതിന് ശേഷം ഒന്ന് മസാജ് ചെയ്യുക. മസാജ് ചെയ്തതിന് ശേഷം ഞാൻ പറയാവേ, ഇതുപോലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം മുഖത്ത്. ഉഴുന്നും മുട്ടയുടെ വെള്ളയൊക്കെ നല്ല റിസൾട്ട് ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ കഴുത്തോട്ട് ഇപ്പോൾ തേച്ചില്ലേ, തേക്കത്തിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ കുളിച്ചിട്ട് വന്നതേ ഉള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ കഴുത്തിലോട്ടും കൂടെ പുരട്ടുക. ഞാൻ ഇനി വൈകിട്ട് കുളിക്കുന്ന സമയത്ത് കഴുത്തെ പെട്ടെന്നായിരിക്കും. ഞാൻ കഴുത്തിൽ ഇനി പെട്ടെന്ന് മുഖത്തിന് ഇങ്ങനെ മുഖത്ത് മാത്രം ചെയ്തുണ്ടല്ലോ, എൻ്റെ മുഖത്തിനും കഴുത്തിനും 2 കളറായി തുടങ്ങി കേട്ടോ. നല്ലപോലെ ഒന്ന് ഈ മസാജ് ചെയ്യട്ടെ. ഒരു മിനിറ്റോളം ഒന്ന് നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ 1 മിനിറ്റോളം ഒന്ന് മസാജ് ചെയ്ത് കേട്ടോ. മസാജ് ചെയ്ത് വെച്ച് ഇനി ഒരു ശകലം കൂടെ ഒന്ന് ഈ മുഖത്തിട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് നല്ല തിക്കായിട്ടൊന്ന് മുഖത്തിട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ വെയിലൊക്കെ ആകുമ്പോഴത്തേക്ക് സ്കൂട്ടറൊക്കെ ഓടിക്കുന്നവർക്കൊക്കെ ഉണ്ടല്ലോ, മുഖം പെട്ടെന്ന് ടാൻ അടിക്കും. വേറെ നെറ്റിക്കാണ് നമുക്ക് കൂടുതലും അങ്ങോട്ട് ഇരുളിമ വരുന്നത്. അതുപോലെ ഇത് കയ്യേലും ഒക്കെ തേക്കാൻ നല്ലതാണ് കേട്ടോ. കയ്യേലും മുഖത്ത് മാത്രം തേക്കാനായിട്ടല്ല, കയ്യേലും ഒക്കെ തേക്കാൻ നല്ലതാണ്.
കൂടുതലും നമുക്ക് നമ്മുടെ മുഖത്തെ സ്കിന്നൊന്ന് ടൈറ്റ് ആവുകയാണ് ചെയ്യുന്നത്. പിന്നെ നല്ല കളറും കിട്ടും. അതുപോലെ തന്നെ മുഖത്തിന് നല്ലൊരു തിളക്കവും എല്ലാം നമുക്ക് ഓരോ പായ്ക്കും നമുക്ക് ഓരോന്നും നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. നമ്മളിത് കെമിക്കലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിതൊക്കെ ട്രൈ ചെയ്യുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല. അല്ലെങ്കിൽ ഓർക്കും ഇവർ ഇന്നാൾ ഒരെണ്ണം കാണിച്ചായിരുന്നല്ലോ, ഇപ്പോൾ ഇവർ ഇത് കാണിക്കുന്നത്. നിങ്ങൾക്ക് സ്കിന്നിന് ഏതാണ് ചേരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ചിലർക്ക് ചിലത് പിടിക്കത്തില്ലല്ലോ. എൻ്റെ സ്കിന്നിന് യാതൊരു പ്രശ്നമില്ലാത്തതാണ്, ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ചിലർക്ക് ചിലത് പറ്റത്തില്ല. അങ്ങനെയുള്ളവർക്ക് ഓരോന്നും. ഇതൊക്കെ എല്ലാവരുടെ സ്കിന്നിന് പറ്റും. കാര്യം ഉഴുന്നും മുട്ടയൊക്കെയാണ്. അതൊക്കെ പ്രത്യേകിച്ചൊരു പ്രശ്നങ്ങളുള്ള സാധനങ്ങളൊന്നുമല്ല. എല്ലാവരുടെ സ്കിന്നിന് പറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാനുണ്ടല്ലോ. നമ്മുടെ വീട്ടിലുള്ളതുമാണ്. ഒരുപാട് പൈസ മുടക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ഒരു ശകലം ഉഴുന്നെടുത്തിട്ടാൽ മതി കേട്ടോ. ഒരുപാടൊന്നും ഉഴുന്ന് വെള്ളത്തിൽ ഇടേണ്ട. ഒരു ശകലം എടുത്തിട്ടേച്ച് നമുക്കൊരു ഒരാഴ്ചത്തേക്കുള്ളത് മാത്രം നമ്മളൊന്ന് സെറ്റാക്കി വെച്ചാൽ മതി. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ആഴ്ച നമ്മൾ സെറ്റാക്കി ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. നല്ലപോലെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു ബോക്സിൽ വേണം സൂക്ഷിക്കാനായിട്ട്. ഇനി ഞാനൊരു 20 മിനിറ്റ് കഴിഞ്ഞ് വരാം, എന്നിട്ട് നമുക്ക് കാണാമേ. അപ്പോൾ എൻ്റെ മുഖത്തൊരു 20 മിനിറ്റായി ഞാൻ തേച്ചിട്ട്. അപ്പോൾ നല്ലൊരു സ്റ്റിക്കി ആയിട്ടുണ്ട് ഇത്. അപ്പോൾ ഒന്നെങ്കിൽ വെള്ളത്തിൽ കൈ മുക്കി നമ്മളൊന്ന് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനൊരു സ്പ്രേ ബോട്ടിൽ കൊണ്ട് ചെയ്യുക. ഇത് നോർമൽ വാട്ടറാണ് കേട്ടോ, അല്ലാതെ വേറെ ഒന്നും അല്ല മുഖത്ത് ചെയ്യുന്നത്. എന്നിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ ടൈറ്റ് ആകും. നമ്മുടെ സ്കിൻ ടൈറ്റ് ആകുന്നതിന് വേണ്ടിയാണ് കൂടുതലും നമ്മളിത് ചെയ്യുന്നത്. ഉഴുന്നും മുട്ടയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങ് സ്റ്റിക്കി ആകും മുഖം നല്ലപോലെ. എന്നിട്ടിത് ഞാനിപ്പോൾ നിങ്ങളെ തുണി കൊണ്ട് തുടച്ച് കാണിക്കുന്നേ ഉള്ളൂ. ഞാനും കഴുകിയിട്ട് വരാം. ഇത് കണ്ടോ മുഖത്തിന് വരുന്നൊരു മാറ്റം കണ്ടോ? സ്കിന്നൊക്കെ നമുക്ക് നല്ല ഒറ്റ പ്രാവശ്യം ചെയ്യുമ്പോഴേ നിങ്ങൾക്കത് ടൈറ്റായിട്ട് കിട്ടത്തില്ല. മുഖത്തിന് വരുന്ന ആ ഒരു ടാൻ്റെ ഒക്കെ ഒരു വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത്. എനിക്കിവിടെ വെട്ടം ഇച്ചിരി കുറവാണ്. ടാൻ അടിക്കുന്നതിൻ്റെയൊക്കെയാണ് ആ മുഖത്ത് നമ്മൾ ആ ഇടുന്നതിന് മുന്നേ ഉള്ള എൻ്റെ മുഖത്തിൻ്റെ ഇതും ഇട്ടതിന് ശേഷമുള്ള ഇതും കൂടെ നിങ്ങൾ വീഡിയോ നോക്കി നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഞാൻ എൻ്റെ മുഖം ഒന്ന് വാഷ് ചെയ്തിട്ട് വരട്ടെ, നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. ഞാൻ മുഖമെല്ലാം നല്ലപോലെ കഴുകിയിട്ട് വന്നു കേട്ടോ. നല്ലപോലെ കഴുകി മുഖമെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷമാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വ്യത്യാസം അറിയണമെങ്കിൽ ഇങ്ങോട്ട് നോക്കുക. ഇവിടെയും കൂടെ ആയിട്ട് നോക്കുക. ആ കളർ വ്യത്യാസം വരുന്നുണ്ട്. ഇവിടെയും കൂടെ ആയിട്ട് നല്ല വ്യത്യാസം വരുന്നുണ്ട് മുഖത്ത്. കഴുത്തേലും കൂടെ ആയിട്ട്. കഴുത്ത് നമ്മൾ ഇട്ടിട്ടില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ഇവിടം വരെ ഞാൻ ഇട്ടുള്ളത്. അതുപോലെ ആ വര പോലെയാണ് വന്നിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നമ്മുടെ മുഖത്തിന് നല്ലൊരു ഗ്ലോയും നല്ല ഒരു ടൈറ്റ് നമ്മുടെ സ്കിന്ന്. കാര്യം നിങ്ങൾക്കത് മുഖത്ത് തേക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. മുഖം എല്ലാം കൂടെ അങ്ങ് അന്നേരം സംസാരിക്കരുത് കേട്ടോ. കാര്യം നമ്മുടെ മുഖത്ത് ചുളിവ് പെട്ടെന്ന് വീഴും നമ്മളിത് മുഖത്ത് തേച്ചതിന് ശേഷം. അപ്പോൾ നല്ല ടൈറ്റായിട്ടായിരിക്കും മുഖത്ത് ഇതിരിക്കുന്നത്. നമുക്കതറിയാൻ പറ്റും. നമ്മുടെ മുഖം ടൈറ്റാകും നമുക്കറിയാൻ പറ്റും. അങ്ങനെ ഒരു 20 മിനിറ്റ് ഇരിക്കുമ്പോഴത്തേക്ക് 15 മിനിറ്റൊക്കെ ആകുമ്പോഴേ ടൈറ്റായി തുടങ്ങും. 20 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ലപോലെ ടൈറ്റാകും. അപ്പം നമ്മുടെ ഇവിടെ ഇങ്ങനെ തൂങ്ങുന്ന സ്കിന്നും കാര്യങ്ങളും എല്ലാം നല്ലപോലെ ടൈറ്റാകും. നമുക്ക് ഇങ്ങനെ നമ്മൾ ഇവിടെയൊക്കെ വരുന്ന വരകൾ കാര്യങ്ങൾ എല്ലാം അതുപോലെ മുഖത്ത് വെയിലടിച്ചുകൊണ്ടാകുന്ന ആ ഒരു കരിവാളിപ്പ് എല്ലാം മാറിക്കിട്ടും കേട്ടോ. നിസ്സാരമേ ഉള്ളൂ. ഒരു മുട്ട ഇച്ചിരി ഉഴുന്ന് മാത്രം ചേർത്താണ് നമ്മളിത് ചെയ്യുന്നത്. നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ബാക്കി വീട്ടിലെ വിശേഷങ്ങളും കൂടെ ഒക്കെ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. നിത്യവഴുതനങ്ങയൊക്കെ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയാണ്. ഇതാണ് നിത്യവഴുതനങ്ങ എന്ന് പറഞ്ഞ സാധനം. ഇതുകൊണ്ട് ഇഷ്ടം പോലെ ഉണ്ടായി കിടക്കുന്നുണ്ടോ. അതുകൊണ്ട് ഇവിടെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇത് കണ്ടോ, ഇവിടെ എല്ലാം ഉണ്ട്. നമുക്ക് കുറേ ഒന്ന് നോക്കണം. എന്ന് വെച്ചാൽ തീരെ ചെറുതായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതെല്ലാം കണ്ടോ, ഇവിടെ എല്ലാം വിളഞ്ഞ് കിടപ്പുണ്ട്. നല്ലതാട്ടോ മെഴുക്കോട്ട് വെക്കാം. പിന്നെ ചിലരൊക്കെ തോരനും വെക്കും. പക്ഷേ എനിക്ക് മെഴുക്കോട്ട് വെക്കുന്നതാണ് കൂടുതലിഷ്ടം. ഇത് കണ്ടോ, കോവയ്ക്കായും അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ട്. വേണ്ട കോവയ്ക്ക എനിക്കൊന്ന് ഇച്ചിരിയേ ഉള്ളൂ എന്ന് തോന്നുന്നു.
കുമ്പളങ്ങയൊക്കെ വേറെ എന്നിട്ട് ഇവിടെയും കിടപ്പുണ്ടായിരുന്നു കേട്ടോ, ഞാൻ ഇത് കണ്ടില്ലായിരുന്നു. അപ്പം ഞാനിതൊന്ന് പറിച്ചെടുക്കട്ടെ. കോവയ്ക്കൊക്കെ പറിച്ചുകൊണ്ട് വന്നു കേട്ടോ. പറിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് അച്ചുവിന് ചേന മെഴുക്കോട്ടി വെച്ചാൽ മതി എന്ന് പറഞ്ഞു. ചേന മെഴുക്കോട്ടി കുമ്പളങ്ങ തോരനും കൂടെ വെക്കാനായിട്ട് എല്ലാം അരിഞ്ഞു. ഇനി ചേന അടുപ്പേ വെച്ച് വേവിക്കണം, കുമ്പളങ്ങ തോരനും വെക്കണം. ഇന്നത്തെ പണി എന്ന് പറഞ്ഞാൽ മസാലക്കൂട്ട് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതെല്ലാം ഒന്ന് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കി പൊടിച്ചൊക്കെ എടുക്കണം. ഇതൊക്കെയാണ് ഉച്ചക്കത്തെ ജോലി. അപ്പം ഞാൻ ചേന അടുപ്പയിലോട്ട് വെക്കട്ടെ. നമ്മുടെ ചോറും കറിയെല്ലാം റെഡിയായി കേട്ടോ. നമ്മുടെ മീൻകറി നല്ല സെറ്റായി. ഇത് ഞാൻ ഓഫ് ചെയ്തേ പോട്ടോ. നമ്മൾ കറിച്ചട്ടിക്കകത്ത് കറി വെച്ചാൽ തീ ഓഫ് ചെയ്താലും കുറച്ച് നേരം കൂടെ തിളച്ചിരിക്കുമല്ലോ. വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് എല്ലാം സെറ്റാക്കി. പിന്നെ മീനും വറുത്തു. പിന്നെ ഇവിടെ ചേന മെഴുക്കുവരട്ടി ഇങ്ങനെ വെക്കുന്നതാണ് ഇവർക്കൊക്കെ ഇഷ്ടം. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഇതിനകത്ത് മുളക് പൊടിയോ ഒന്നും ചേർക്കുന്ന ഇഷ്ടമല്ല കേട്ടോ. ചേന ഉപ്പിട്ട് വേവിക്കുക, എന്നിട്ട് എണ്ണയിൽ നല്ലപോലെ മൊരിച്ചെടുക്കുക. അതാണ് ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടം. അല്ലാതെ മുളക് പൊടിയൊക്കെ ഇട്ട് വെച്ചാൽ ആരും കഴിക്കത്തുമില്ല. എനിക്കിഷ്ടമില്ലാത്തൊരു സാധനമാണ് ചേന മെഴുക്കുവരട്ടി. പിന്നെ കുമ്പളങ്ങ തോരനും വെച്ചു. പിന്നെ നമ്മുടെ മാങ്ങാച്ചാറുണ്ട്, നാരങ്ങാച്ചാറുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഉച്ചക്കത്തെ കറികളൊക്കെ. അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. ഇനി അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാവേ. അപ്പം ഞങ്ങൾ ചോറും കറിയും ഒക്കെ എല്ലാം സെറ്റായി ഇനി കഴിക്കാനായിട്ട് തുടങ്ങുവാണ്.